ഡോക്ടറെ, ഇപ്പം സോഷ്യൽ മീഡിയയിലൊന്നും അധികം കാണാറില്ലല്ലോ. തീർച്ചയായിട്ടും 2026 ഞാൻ എടുത്ത ഏറ്റവും വലിയൊരു തീരുമാനമായിരുന്നു സോഷ്യൽ മീഡിയയിലെ ടൈം വല്ലാതെ കുറക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പോസ്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ, പോസ്റ്റും സോഷ്യൽ മീഡിയയും രണ്ടും വ്യത്യാസമാണ്. നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ നോളജ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് പല കാര്യങ്ങളിലൂടെയും അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളുടെയും പോവേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുപാട് മാറി എന്നുള്ളതാണ്. അത് 2026 ഞാൻ കൈവരിച്ച വലിയൊരു നേട്ടമാണ്. നമ്മൾ വിചാരിക്കും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതെ ഒന്ന് ജീവിക്കാൻ പറ്റുമെന്ന്. ഒരിക്കലും അങ്ങനെയൊന്നുമില്ല. പക്ഷേ പോസ്റ്റ് ക്രിയേഷൻ ഞാൻ ഒരിക്കലും കുറച്ചിട്ടില്ല. ഇന്ന് കോഴ്സുകളായിട്ടും ഒക്കെ ആയിട്ട് നമ്മൾ പല കോഴ്സുകളുടെയും പണിപ്പുരയിലാണ്. അത് തീർച്ചയായിട്ടും വീഡിയോ കണ്ടൻറ്റുകൾ ഇതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് എൻ്റെ പോസ്റ്റാണ് എൻ്റെ ക്രിയേഷൻ. അത് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു മാസത്തേക്ക് വേണ്ട പോസ്റ്റുകൾ സോഷ്യൽ മീഡിയ ഓട്ടോമാറ്റിക് സ്ക്രോളിങ് നിർത്താൻ വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് ഒരു മാസത്തേക്ക് വേണ്ട പോസ്റ്റുകൾ ഓൾറെഡി അവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അതിനിടയിൽ കൂടെ വരുന്ന പല അറിവുകളും ഷെയർ ചെയ്യാൻ വേണ്ടി അങ്ങനെ പോസ്റ്റുകളും ക്രിയേറ്റ് ചെയ്യും. നമ്മളെപ്പോഴും നോക്കുക, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡ് സോഷ്യൽ മീഡിയ ആണോ അല്ലേ എന്നുള്ളത് നോക്കുക. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആയിരിക്കണം നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ തന്നെ 24 മണിക്കൂർ നമ്മുടെ ജീവിതം ചിലവഴിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത്. കാരണം ഈ ഓട്ടോമാറ്റിക് സ്ക്രോളിങ്ങും അതിലൂടെ ഒരുപാട് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തും ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിതം വല്ലാതെ നമ്മുടെ ആരോഗ്യം ഒക്കെ വല്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഇന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ മാറിയിട്ട് ഇപ്പോൾ ഞാൻ നന്നായി ഉറങ്ങാൻ, അതുപോലെ റിയൽ റിലേഷൻഷിപ്പുകൾക്ക്, ഇതിനൊക്കെ ഒരുപാട് സമയം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഈസ് നോട്ട് എവ്രിതിങ്. നമ്മൾക്കിടയിലുള്ള സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സോഷ്യൽ മീഡിയ. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനോ പൈ ചേരാനോ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ആനുകാലിക വിവാദ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് സമയം വേസ്റ്റാക്കാനോ വേണ്ടിയൊന്നും അത് ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒഴിഞ്ഞെങ്കിലും എൻ്റെ ക്രിയേറ്റിവിറ്റിക്കൊന്നും ഒരു കുറവും വന്നിട്ടില്ല. ഫ്രീ ടൈമിലുകളൊക്കെ പഠിച്ചും ആ പഠിച്ച കാര്യങ്ങളെ കണ്ടൻറ്റുകളാക്കിയും ആ കണ്ടൻറ്റുകളെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റുകളാക്കിയും കിട്ടുന്ന ഇളവുകളെ കണ്ടൻറ്റുകളെ വീഡിയോ രൂപത്തിലേക്ക് ജീവൻ നൽകിയും ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിതം ഇന്നും മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ബൈ.